പലരും ഈ ക്ഷീണം കുറയ്ക്കാൻ വേണ്ടിയാണ് കഫൈൻ അഡിക്ഷൻ വരുന്നത്. അതായത് കോഫി ഒരു പരിധി വിട്ട് കോഫി കുടിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിലീഫ് വരും. പക്ഷേ ഈ കോഫി എന്ന് പറയുന്ന സംഭവം അത്ര ഹെൽത്തി ആയിട്ടുള്ളതൊന്നല്ല. ഒരു പരിധി വിട്ട് നമ്മൾ കോഫി കുടിക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനും ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ട്. ക്ഷീണം തന്നെ, കോഫി കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഒരു എനർജി തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഹറിബറിയായിട്ട് കാര്യങ്ങൾ ചെയ്യാതെ വളരെ പീസ്ഫുള്ളായിട്ട് കുറച്ച് ബ്രീത്ത് വർക്ക് ചെയ്യാം. അതായത് വളരെ സ്ലോ ആൻഡ് ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്നത് നല്ലതാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ. അത് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പതുക്കെ ഒന്ന് നമ്മുടെ മുറ്റത്തൂടെ ഒന്ന് നടക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ ഈ സാവധാനം നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് പ്രത്യേകിച്ച് രാവിലെ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് അതുവഴി ഒരുപാട് എനർജി ഗെയിനിങ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ഹീലിങ്ങും അതുവഴി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് തന്നെയാണ് ഈ രാവിലെ എഴുന്നേറ്റുള്ള ധൃതി വെച്ചിട്ടല്ലാതെ പതിയെയുള്ള വാക്കിംഗ്. അതുപോലെ പറ്റുകയാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സൂര്യവെളിച്ചം കൊള്ളാൻ സാധിക്കുമെങ്കിൽ അതും വളരെ വലിയ കാര്യമാണ്. കാര്യം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു 10 പേരെ വൈറ്റമിൻ D3 ചെക്ക് ചെയ്താലും അതിൽ 8 പേർക്കും വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. പക്ഷേ അത് സൂര്യവെളിച്ചം കൊള്ളാത്തത് കൊണ്ടല്ല ശരിക്കും അത് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൂര്യവെളിച്ചം നമ്മുടെ ശരീരത്തിൽ കൊണ്ടാലും അത് നമ്മുടെ ബോഡി അതിന് പ്രോപ്പറായിട്ട് ആ പ്രോപ്പർ ബോഡി മെക്കാനിസം നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് വൈറ്റമിൻ D3 കുറഞ്ഞു വരുന്നത്. അവിടെ നമ്മൾ ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് അതിനകത്ത് വലിയൊരു ഫാക്ടറാണ്. കാര്യം നമുക്കൊക്കെ ഇപ്പോൾ എപ്പോഴും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഹോർമോണൽ സിസ്റ്റത്തിൽ കുറേ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്തുള്ളവർക്കുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ് ബേസിക് കോസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനെ മാറ്റാൻ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഈ പറയുന്ന കുറച്ച് ബ്രീത്ത് വർക്ക്, അതുപോലെ തന്നെ ചെറുതായിട്ടൊന്നും നടക്കുന്നത്, അതുപോലെ ചെറിയ രീതിയിൽ സൂര്യവെളിച്ചം കൊള്ളുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് പോകേണ്ട കാര്യമാണെങ്കിൽ, അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ അത് ചെയ്യുക. ഈ സാവധാനം, അതായത് വളരെ കാമായിട്ടും പീസ്ഫുള്ളായിട്ടും നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് വഴി അന്നത്തെ ദിവസം മൊത്തം നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഊർജ്ജം പ്രിസർവ് ചെയ്യാൻ പറ്റും. വൈകുന്നേരം വരെയുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി നമുക്കുണ്ടാവും.